സജീവൻ, ഇന്ന് സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഒപ്പം തന്നെ ഇന്ന് KC വേണുഗോപാലിനോട് തൃശ്ശൂർ വെച്ച് മാധ്യമപ്രവർത്തകന്മാർ ഈ ചോദ്യം ചോദിച്ചു. മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് വെൽഫെയർ പാർട്ടിയുടെ ആ പിന്തുണയെക്കുറിച്ച് ഇപ്പോൾ എന്തെങ്കിലും പറയാൻ ഞാനില്ല എന്നാണ് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ പരമോന്നത നേതാവ് KC വേണുഗോപാൽ പറഞ്ഞത്. ഒരല്പം കൂടി സന്ദർഭം ആവശ്യപ്പെടുന്നതിൻ്റെ അപ്പുറത്തേക്ക് കടന്നുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദത്തിൽ നിന്ന് പിൻവാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, എത്രയോ നാളായി എന്ന് പറയുന്നു. മറ്റൊരു നേതാവ്, സമാന നിലയിൽ അഭിപ്രായം പറയേണ്ട മറ്റൊരു നേതാവ് അതിലൊരു അഭിപ്രായവും പറയുന്നില്ല എന്ന് പറയുന്നു. ഇത് ഒരു സംഘടന പിന്തുണ കൊടുത്തത്, ഒരു മുന്നണി സ്വീകരിച്ചതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നില്ലേ? ഇതൊരു രാഷ്ട്രീയ നിലപാടിൻ്റെ പ്രഖ്യാപനവും അതിൻ്റെ മുമ്പിലുള്ളൊരു മൗനവുമായിട്ടല്ലേ കാണുന്നത്? സജീവൻ എന്തു തോന്നുന്നു? മാധ്യമപ്രവർത്തകനായിരുന്നല്ലോ ദീർഘകാലം. വളരെ കൃത്യമായിട്ട് ഇതിൽ പറയാവുന്ന ഒരു കാര്യം, നമ്മൾ ഇപ്പൊ വേണമെങ്കിൽ കോൺഗ്രസിന് അല്ലെങ്കിൽ UDF-ന് പറയാം, വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു, അത് അവരുടെ പിന്തുണയാണ്, ഞങ്ങൾ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല, ഞങ്ങളെ പല ആളുകൾക്കും പിന്തുണയ്ക്കാവുന്നതാണ്, ഇവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങളെ പിന്തുണയ്ക്കുന്നതിന് അത് ഓരോരുത്തർക്ക് തീരുമാനിക്കാവുന്നതാണ് പറയുന്നത്. അതിന് പകരമായിട്ട് ഇവിടെ സതീശൻ പറഞ്ഞൊരു കാര്യം, അതാണ് ഇപ്പോഴത്തെ പ്രസക്തമായ കാര്യം. ജമാഅത്തെ ഇസ്ലാമി അവരുടെ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പൊ മതരാഷ്ട്രവാദം അവർ ഉപേക്ഷിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ സ്വാഭാവികമായിട്ടും സയ്യിദ് അബ്ദുൽ അലാം മൗദൂദിയുടെ നിലപാടുകൾ എന്താണ്, അതിനവർ തള്ളി പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതാണ്. മൗദൂദി ഈ 1941 ജമാഅത്തെ ഇസ്ലാമി രൂപീകരിക്കുന്നത് തന്നെ അതിന്റെ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത്, അടിത്തറ എന്ന് പറയുന്നത് മതരാഷ്ട്രം തന്നെയാണ്. മതത്തെയും രാഷ്ട്രീയത്തെയും സാമൂഹിക ഘടനയും ഒരേപോലെ, ഇത് മൂന്നും പരസ്പര ബന്ധിതമാണ് എന്നാണ് മൗദൂദി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞുള്ള മൗദൂദി അതിനനുസരിച്ച്, കാരണം ഇസ്ലാമിക ശരീഅത്തിനനുസരിച്ച് മാത്രമാണ് ഭരണം നടക്കേണ്ടത്, അതിനനുസരിച്ചാണ് മതവിശ്വാസികൾ പ്രവർത്തിക്കേണ്ടത്, അതിനനുസരിച്ചുള്ള സാമൂഹിക പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെടേണ്ടത് എന്ന് കൃത്യമായി പറഞ്ഞ് അങ്ങനെ രൂപീകരിച്ചാണ് ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമി പല രാജ്യങ്ങളിൽ പല തരത്തിൽ, ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ്, ജമാഅത്തെ ഇസ്ലാമി ഓരോ രാജ്യത്തിന്റെ പേരുമായി കൂട്ടിച്ചേർത്ത് പറയുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ എല്ലാറ്റിന്റെയും അടിസ്ഥാന തത്വം മതരാഷ്ട്രം തന്നെയാണ്. മതരാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം മതവും രാഷ്ട്രീയവും തമ്മിൽ വേർപെടുത്താൻ പറ്റില്ല എന്ന അടിസ്ഥാന തത്വത്തിൽ വിശ്വസിക്കുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമികൾ. അപ്പൊ സ്വാഭാവികമായിട്ടും അതിൽ നിന്നൊരു മാറ്റം ഉണ്ടായി എന്ന് VD സതീശൻ പറയുമ്പോൾ, അങ്ങനെ പ്രഖ്യാപനം സ്വാഭാവികമായിട്ടും ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർ പറയണം. അത് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ജമാഅത്തെ ഇസ്ലാമി അല്ലാതായിട്ട് മാറും. ജമാഅത്തെ ഇസ്ലാമി മൗദൂദി രൂപീകരിച്ച പ്രസ്ഥാനമാണ്. മൗദൂദി രൂപീകരിച്ച പ്രസ്ഥാനം മൗദൂദിയുടെ നിലപാടുകൾക്ക് വ്യത്യസ്തമായിട്ട് പോകുമ്പോൾ അത് ജമാഅത്തെ ഇസ്ലാമി അല്ലാതായിട്ട് മാറും. അപ്പൊ അതിവിടെ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞല്ലോ, അത് അടിസ്ഥാനപരമായിട്ട് വളരെ ആഴത്തിൽ അന്വേഷിക്കേണ്ട കാര്യമാണ്. അത് ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്, അങ്ങനെ ഒരു സംഘടനയെ പറയാൻ പറ്റുമോ? അവരുടെ ജമാഅത്തെ ഇസ്ലാമിക്കാർ പോലും പറയില്ല അവരുടെ നിലപാട് മാറി എന്നുള്ള കാര്യം.